ഹായ് ഗെയ്സ്, വെൽക്കം ടു വീലേൺ. UPSC ജോഗ്രഫി GC ലോങ്ങിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് എർത്ത് ക്രസ്റ്റ്. നമുക്ക് ഒന്നാമതായി പഠിക്കേണ്ട ടോപ്പിക് ഇതാണ്, സ്ട്രക്ചർ ഓഫ് ദി എർത്ത്. നമുക്ക് നമ്മുടെ ഭൂമിയിൽ വിവിധ ലാൻഡ് ഫോമുകളെക്കുറിച്ച് അറിയണമെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭൂമിയുടെ എർത്ത് ക്രസ്റ്റിന് താഴെ എന്നത് നമ്മൾ അറിയേണ്ടതായുണ്ട്. അതിനു മുമ്പ് എന്താണ് എർത്ത് ക്രസ്റ്റ് എന്ന് ചിലർക്കെങ്കിലും ഒരു സംശയമുണ്ടാകും. നമ്മുടെ ഭൂമിയുടെ പുറന്തോട്, അതുമല്ലെങ്കിൽ ഔട്ടർമോസ്റ്റ് ലെയറിനെയാണ് നാം എർത്ത് ക്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഏകദേശം 4500 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് നമ്മുടെ ഭൂമി രൂപം കൊണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ അറിവുകൾ നമുക്കില്ല എങ്കിലും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂമി കുലുക്കങ്ങളെ തുടർന്ന് രൂപം കൊണ്ടുവരുന്ന തരംഗങ്ങളുടെ സഞ്ചാരവും ഡീപ്പ് മൈനിങ് ഓപ്പറേഷൻസും ക്രസ്റ്റൽ ഡ്രില്ലിങ്ങും ഒക്കെയായി അനേകം അറിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് നാം എർത്ത് ക്രസ്റ്റ്, അതുമല്ലെങ്കിൽ ലിത്തോസ്പിയർ എന്ന് വിളിക്കുന്നത്. ഈ ലിത്തോസ്പിയറിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്നാമതായി ലിത്തോസ്പിയറിൻ്റെ അപ്പർ പാർട്ട്, ഗ്രാനൈറ്റ് ശിലകളാൽ നിർമ്മിതമായ ഇവയാണ് കോണ്ടിനെന്റുകൾക്ക് രൂപം നൽകുന്നത്. ഇതിൽ കാണുന്ന പ്രധാനപ്പെട്ട മിനറൽ കമ്പോണന്റുകൾ സിലിക്കയും അതുപോലെ തന്നെ അലുമിനിയവുമാണ്. ഇവ രണ്ടും ചേർന്ന ലെയർ ആയതിനാൽ നമ്മളിതിനെ സിയാൽ എന്നും വിളിക്കുന്നു. ഏകദേശം 2.7 ഗ്രാം പെർ ക്യൂബിക് സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി വരുന്നത്. ഇനി ലിത്തോസ്പിയറിൻ്റെ ലോവർ പാർട്ട് രൂപം കൊണ്ടിരിക്കുന്നത് ഡെൻസറായിട്ടുള്ള ബസാൾട്ടിക് ശിലകളുടെ കണ്ടിന്യൂസ് സോണിനാലാണ്. ഇവയാണ് നമ്മുടെ ഓഷ്യൻ ഫ്ലോറിന് രൂപം നൽകുന്നത്. പ്രധാനമായും ഇതിൽ കാണുന്ന മിനറലുകൾ സിലിക്ക, അയൺ, മഗ്നീഷ്യം തുടങ്ങിയവയാണ്. ആയതിനാൽ നമ്മളിതിനെ സീമ എന്നും വിളിക്കുന്നു. ഇതിൻ്റെ ആവറേജ് ഡെൻസിറ്റി 3 ഗ്രാം പെർ ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയുള്ള സിയാലും സീമയും ചേർന്നാണ് എർത്ത് ക്രസ്റ്റ് രൂപം നൽകുന്നത്. നമ്മൾ ഭൂമിയുടെ എർത്ത് ക്രസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ ക്രസ്റ്റിൻ്റെ തിക്നെസ് എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ ആയിരിക്കുകയില്ല. സമുദ്രങ്ങളിൽ വെറും 3 മുതൽ 4 മൈലുകൾ വരെ തിക്നെസ് ഉള്ള ഭാഗങ്ങളുണ്ട്. കോണ്ടിനെന്റുകളിലാണെങ്കിൽ അവ 30 മൈൽ വരെ തിക്നെസ് ഉള്ള ഭാഗങ്ങൾ നമുക്ക് കാണുവാനായി സാധിക്കും. മാത്രവുമല്ല, സിയാൽ എപ്പോഴും സീമയെക്കാളും ലൈറ്ററുമായിരിക്കും. ആയതിനാൽ തന്നെ നമ്മുടെ കോണ്ടിനെന്റുകൾ അഥവാ വൻകരകൾ ഡെൻസറായ സീമയ്ക്ക് മുകളിൽ പൊങ്ങിക്കിടക്കുകയാണെന്ന് നമുക്ക് മറ്റൊരർത്ഥത്തിൽ പറയാം. ഇനി ലിത്തോസ്പിയറും കഴിഞ്ഞ് താഴോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് മാൻഡിൽ അഥവാ മിസോസ്പിയറിലേക്ക് എത്തിച്ചേരാം. ഏകദേശം 1800 മൈലുകൾ കട്ടി വരുന്ന മാൻഡിൽ രൂപം കൊണ്ടിരിക്കുന്നത് മിനറൽ ഒലിവിനിൽ സമ്പുഷ്ടമായിട്ടുള്ള കഠിനമുള്ള ശിലകളാണ്. ഇവിടെ ഒലിവിൻ എന്നാൽ മാഗ്നീഷ്യവും അയണും സിലിക്കയും ചേർന്ന് രൂപം കൊള്ളുന്ന പച്ച നിറത്തിലുള്ള ഒരു മിനറലാണ്. ഇവയെല്ലാം കടന്ന് ഭൂമിയുടെ ഏറ്റവും ഉള്ളിലേക്ക് പോകുകയാണെങ്കിൽ എർത്ത് കോർ അഥവാ ബാരിസ്പിയറിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായി സാധിക്കും. ഏകദേശം 2160 മൈൽ റേഡിയസ് ഉള്ള ഈ ഭാഗം പ്രധാനമായും അയണും നിക്കലും തുടങ്ങിയ മൂലകങ്ങളാലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ആയതിനാൽ തന്നെ നമ്മളതിനെ നിഫെ എന്നും വിളിക്കുന്നു. അങ്ങനെയുള്ള നമ്മുടെ കോറിൻ്റെ താപനില ഏകദേശം 3500 ഡിഗ്രി ഫാരൻഹീറ്റാണ്. ഈ താപനിലയിൽ സാധാരണ വസ്തുക്കൾ ദ്രാവക അവസ്ഥയിലായിരിക്കും കാണപ്പെടുന്നതെങ്കിലും അതികഠിനമായ മർദ്ദത്തെ തുടർന്ന് ഇന്നർ കോർ കാണപ്പെടുക ഖരാവസ്ഥയിൽ അഥവാ സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. എന്നാൽ ഔട്ടർ കോർ ദ്രാവക അവസ്ഥയിലുമായിരിക്കും കാണപ്പെടുന്നത്. ദ്രാവക അവസ്ഥയിലുള്ള അയണും നിക്കലും ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഔട്ടർ കോറിൻ്റെ കൺവെൻഷൻ കറണ്ടുകളെ തുടർന്നിട്ടാണ് ഭൂമിയുടെ കാന്തിക വലയങ്ങൾ രൂപം കൊള്ളുന്നത്. ഇനി ഇതുകൂടാതെ സമുദ്രങ്ങളും കടലുകളും ചേരുന്ന ഹൈഡ്രോസ്ഫിയറും ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 15 മൈൽ ഉയരം വരെ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷം അഥവാ അറ്റ്മോസ്ഫിയറും നമുക്ക് സ്വന്തമായുണ്ട്. സോ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിൽ ഇത്രയുമാണ് പഠിക്കാനുള്ളത്. അടുത്ത ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോ ആയി ചെയ്യാം. ടാറ്റാ, ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.